രണ്ടാം ക്ലാസ്സിലെ മഴയോ മഴ എന്ന പാഠഭാഗം നമ്മൾ വായിച്ച് എല്ലാവരും അതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതിന് അടുത്ത പേജിൽ കാണാം കുട വരയ്ക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നല്ല ഒരു കുടയുടെ ചിത്രം വരച്ചിട്ട് അതിന് കളറൊക്കെ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ഭാഗം നോക്കുക. ഉത്തരം കണ്ടെത്താം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. എന്തായിരിക്കും കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത്? ഇപ്പം കൂട്ടുകാരെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അത് ഉത്തരം. സ്കൂളിൽ പോകുമ്പോൾ രാവിലെ എല്ലാവരും മിക്ക ദിവസങ്ങളും കയ്യിൽ കരുതുന്ന സാധനം എന്താണത്? കുട അല്ലേ? ഇനി കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം. അപ്പം കൂട്ടുകാർ കുറേ കടങ്കഥകളൊക്കെ ചോദിച്ച് കണ്ടെത്തി നോട്ട് ബുക്കിലോ ഏതെങ്കിലും ബുക്കിലൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഇനി പറയുമ്പോൾ മഴ പെയ്യുമോ? കുറിപ്പ് വായിക്കാം, പരീക്ഷണം ചെയ്യാം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിൻ്റെ താഴെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെറിയ ഓട്ടകൾ ഉണ്ടാക്കുക അല്ലേ? കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. പരീക്ഷണം കാണിക്കുന്നത് ചിത്രത്തിൽ കാണാം. അപ്പം ഇത് എന്ത് പരീക്ഷണമാണ്? നമ്മൾ മഴ പെയ്യിക്കുന്ന ഒരു പരീക്ഷണാണല്ലേ. മഴ എങ്ങനെയാണ് പെയ്യല്? നമുക്ക് നോക്കാം. പെയ്യട്ടെ മഴ പെയ്യട്ടെ. എങ്ങനെയാന്നിട്ട് ഇതാ കുപ്പിയിൽ എന്നിട്ട് ചോട്ടിൽ എന്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്? ഒരു ബക്കറ്റ് വെച്ച് കൊടുത്ത് കാണാം അല്ലേ. അതിലേക്ക് ഇങ്ങനെ കുപ്പി അമർത്തി പിടിക്കുമ്പോൾ വെള്ളം മഴ പോലെ പെയ്യുന്നത് കാണാം. കുപ്പി ഭദ്രമായി അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തി പിടിച്ച് കുപ്പി ഉയർത്തുക. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക. എന്തു സംഭവിക്കും? ഈ പരീക്ഷണം ചെയ്ത് നോക്കിയിട്ട് കണ്ടതെന്താണ്? ഈ കള്ളിയിൽ ഇത് അവിടെ ഒരു കള്ളി കൊടുത്തിട്ടില്ലേ? ഞാൻ കണ്ടത് അവിടെ എഴുതണം. ഇനി പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ് നമ്മൾ പരീക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചത് നോക്കാം. ബക്കറ്റ് ഉണ്ട്, കുപ്പി ഉണ്ട് അല്ലേ? അതൊക്കെ എന്താക്കണോ? അവിടെ എഴുതി വെക്കണം. ഇനി ഇന്നലെ പെയ്ത മഴ എന്ന് പറയുന്ന ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. ഇന്നലെ പെയ്ത മഴ. അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചു പോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി. പക്ഷേ എന്തു ചെയ്യാം? എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണാം ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ തടുത്ത് വിറച്ചിട്ട് സ്റ്റെപ്പിലിരിക്കുന്നതില്ലേ. അപ്പം അവിടെ കൊടുത്ത് എന്താ വെച്ചാൽ അഭിനയിക്കാം. വിറയണ്. അപ്പോൾ തണുത്ത് വിറയ്ക്കുന്നത് എങ്ങനെയാന്ന് കൂട്ടുകാരെ അഭിനയിച്ച് കാണിക്കണം കേട്ടോ. പിന്നെ നനയണ്. മേലും വെള്ളമാകുമ്പോൾ എങ്ങനെയാ നമ്മൾ? അതുപോലെ കുളിര് കോരണേ. പിന്നെ കാണാം ഞാനും മഴയും. മഴ അനുഭവം എഴുതാം. മഴയുടെ ഒരു അനുഭവം എഴുതുക. എന്താ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ. അതായത് സ്കൂളിൽ പോകുമ്പോൾ മഴ കൊണ്ടതോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മഴ പെയ്യുമ്പം കൂട്ടുകാരും കാണാതെ ചിലപ്പോൾ മഴയത്തൊക്കെ പോയി കളിക്കാറുണ്ടാവൂലേ. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതാ മുകളിൽ ഈ കുട്ടി എഴുതിയ മാതിരി ഇന്നലെ പെയ്ത മഴ അതേപോലെ നിങ്ങളും എന്താക്കണോ? എഴുതി നോക്കണം. ഇനി മഴ ചൊല്ലുകൾ കണ്ടെത്താം. മഴ തോർന്നാലും മരം പെയ്യും. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ഇതുപോലുള്ള മഴ ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം. അപ്പോൾ മഴ ചൊല്ലുകൾ കൂടുതലായിട്ട് ഞാൻ എഴുതി നോട്ടിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി മഴത്തുള്ളി കഥ പറയുമ്പോൾ. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നോ? കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ടേ ടേ ടോ ടോ. ഞങ്ങൾക്ക് പേടിയായി.
കാറ്റാഞ്ഞു വീശി തണുപ്പ് കൂടിക്കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞ് പുഴ നിറഞ്ഞ് വീണ്ടും ഞങ്ങൾ കടലിലേക്ക്.